അപ്പം ബാലവേദി എന്ന് പറഞ്ഞാൽ വിനോദവും വിജ്ഞാനവും പരസ്പര പൂരകവുമായി പ്രവർത്തിക്കുന്ന ഇടാവണം ബാലവേദികൾ എന്നുള്ളതാണ് ആദ്യ പാർട്ടിൽ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അറിവ് ബൈഹാർട്ട് പഠിച്ച കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ വേണ്ടുന്ന മൂല്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് പൗരബോധം നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, എന്തെങ്കിലും പൗരബോധം ഉണ്ടാവുന്നുണ്ട്. എമ്പതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുന്നുണ്ട്. പൗരബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാലിന്യ പ്രശ്നം ഉണ്ടാവാൻ പാടുണ്ടോ കേരളത്തിൽ? മാലിന്യ പ്രശ്നം ഉണ്ടാവാൻ പാടുണ്ടോ കേരളത്തിൽ? തൻ്റെ മാലിന്യം മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്ന് തോന്നാൻ കാരണം എന്താണ്? അപ്പം അതിന് ആ മൂല്യബോധം വളരാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗമായിരിക്കും. സ്ത്രീ പുരുഷ തുല്യത ഇല്ലെങ്കിൽ ജെൻഡർ അവബോധം. എന്തുകൊണ്ടാണ് 10-18 വയസ്സ് 20 വയസ്സാകുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും അന്യോന്യം ഒന്ന് സ്നേഹിച്ചു പോയാൽ, അത് പൊളിഞ്ഞു പോയാൽ പെൺകുട്ടി ജീവിക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനുള്ള ആണധികാരം എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് കൊടുത്തു? ആരാ കൊടുത്തത്? നമ്മളെല്ലാം ഉത്തരവാദികളാണ്. ആ അധികാരം എങ്ങനെ കിട്ടിയേ? അവിടെയാണ് ഈ ജെൻഡർ അവബോധം എന്ന് പറയുന്നത് ഉണ്ടാക്കാവുന്ന. അപ്പം നമ്മളെ ബാലവേദികൾ അങ്ങനെ പരസ്പരം അറിഞ്ഞും ഇടവഴുകിയും മാത്രമേ നമുക്ക് അത്ര ഒരു അവബോധത്തിലേക്ക് പോകാൻ പറ്റൂ. അല്ലാണ്ട് ദൂരെ നിന്ന് ബൈഹാർട്ട് പഠിച്ചുകൊണ്ടൊന്നും കാര്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. അതുപോലെ ഊർജ്ജ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, ഇതെല്ലാം കാലത്തിൻ്റെ ഇന്നത്തെ ഈ സവിശേഷതയെല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാവുന്ന പല കാര്യങ്ങളും അന്വേഷണാത്മക പഠനത്തിൻ്റെ ഭാഗമാകും. അപ്പം നമ്മളെ തീമുകളായി മാറും. ഇതോടൊപ്പം ബാലവേദി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമായ സർഗാത്മകതയും ഭാവനയും ശാസ്ത്രകാര്യങ്ങൾ വിശദീകരിക്കാനുള്ള പ്രവർത്തകരുടെ പരിമിതി മൂലമുള്ള ആത്മവിശ്വാസമില്ലായ്മയും ബാലവേദി പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സപ്പെടുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ബാലവേദി കുറച്ച് ദുർബലപ്പെട്ടത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം കോവിഡിന് ശേഷം ഇത് കുറഞ്ഞു വന്നത് പുതിയൊരു പ്രതലത്തിലേക്ക്. നേരത്തെ KTR പറഞ്ഞ ഈ സ്പ്രിങ് ഉണ്ടാക്കുന്ന പണിയുണ്ടല്ലോ, അതുണ്ടാക്കി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ തുടർച്ച. അപ്പം തുടർച്ചയും വേണം, അതോടൊപ്പം എന്തും കൂടെ വേണം? തുടർച്ച വേണം, അതോടൊപ്പം എന്തും കൂടെ വേണം? വിടർച്ചയും വേണം. ആ വിടർച്ചയാണ് ഈ തുടർച്ചയുടെ യഥാർത്ഥ തുടർച്ച ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തുടർച്ച എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ലൈൻ മാതിരി, അങ്ങനെയല്ല ജീവിതം, അങ്ങനെ പോകില്ല. ആ വിടർച്ച നൽകുന്ന ആത്മവിശ്വാസം, പുതിയ തന്ത്രങ്ങളും പുതിയ പണിപ്പുരകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ നമുക്ക് പുതിയ ആലോചനകളിലേക്ക് നമുക്കത് നയിക്കുക. എന്തുകൊണ്ടാണ് ബാലവേദി വേണ്ടത്? അതിൽ പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞു. ഇന്നത്തെ സ്കൂളുകൾ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പീഡന കേന്ദ്രങ്ങളാണ്. നമുക്ക് നമ്മളെ മക്കളെ രക്ഷിച്ചേ പറ്റും, സ്വതന്ത്രാന്വേഷകരാക്കിയേ പറ്റും. അങ്ങനെ ആക്കണമെങ്കിൽ സ്കൂളുകളെ മാറ്റണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ജയജീവനാണെന്ന് പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ, ഇന്നത്തെ സ്കൂളുകളുടെ ബോധന രീതി ഇങ്ങനെ മാറ്റിയെടുക്കുന്നതിൽ ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകർ ചെയ്ത ഇൻ്റർവെൻഷൻസ് വളരെ 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 വലുതാണ്. ആ ഇൻ്റർവെൻഷൻസ് കുറഞ്ഞതുകൊണ്ടാണ് പുതിയ പരിവർത്തനങ്ങൾ ഇതിനുള്ളില്ലാത്തത്. കേരളത്തിലെ ഒരു കാര്യവും സിസ്റ്റം പുതുതായിട്ട് കൊണ്ടുവന്നിട്ടില്ല ഇന്നേ വരെ. സംവിധാനം ഇന്നേ വരെ ഒരു പുതിയ കാര്യം കൊണ്ടുവന്നിട്ടില്ല. അതേസമയത്ത് സമൂഹത്തിൻ്റെ പുതിയ ചലനങ്ങളെ ഉൾക്കൊള്ളുന്നതിന് കേരളത്തിലെ സിസ്റ്റം റെസിസ്റ്റൻസോട് കൂടിയിട്ടാണെങ്കിൽ എല്ലാ കാര്യത്തിനും തയ്യാറായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പുതിയ തന്ത്രങ്ങളും പുതിയ രൂപങ്ങളും വികസിപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ബാലവേദികൾ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഇടമാക്കി മാറ്റാനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ഇന്നത്തെ ഒരു അനിവാര്യതയാണ്. അതുപോലെ ഭൂരിപക്ഷ വർഗീയതക്കായി ചെല്ലുന്ന കുട്ടികൾ, ശക്തികൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. 5000 അവരുടെ കൂട്ടങ്ങൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കെല്ലാം തന്നെ മാന്യത വന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാന സങ്കല്പങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അന്ന് ഏതെല്ലാം തമസ്കരിച്ചുവോ ആ തമസ്കരിച്ച ചിന്തകൾക്കെല്ലാം തന്നെ വേര് പിടിക്കുന്ന ഒരു കേരളത്തിൽ വളരെ പെട്ടെന്ന്
ജാതി അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വർഗീയ ചിന്തയുടെ അടിസ്ഥാനത്തിൽ, ഭിന്നിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ പണിയില്ല. അത് ഉണ്ടാക്കുന്നുണ്ട്. 5000 എന്ന് പ്രഖ്യാപിച്ചാൽ 5000 നിൽക്കൂല. ശാസ്ത്ര ക്ലാസ്സുകൾ 3000 നടത്താൻ തീരുമാനിച്ച് 10000 നടത്തിയവരാ നമ്മൾ. ഇപ്പം 10000 എന്ന് തീരുമാനിച്ചാൽ 0 വിലയില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഈ വരുന്ന മാറ്റമാണ്. നമ്മുടെ ഇടയിൽ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം വിദ്യാഭ്യാസത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് കാലത്തിനടുത്ത് മാറ്റി പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അതിൻ്റെ തുടർച്ചയല്ല. അതിനല്പം വിടർച്ച വന്ന് കൊണ്ട് ആശയപരമായ തുടർച്ചയുണ്ടാവും. പക്ഷേ പ്രയോഗത്തിനുണ്ടാവുന്ന വിടർച്ച സാങ്കേതിക വിദ്യയുടെയും അറിവിൻ്റെയും തലത്തിൽ വന്ന മാറ്റങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ വേണം എന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനിവാര്യതയാണ് ഇന്നത്തെ. യുക്തിചിന്തയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് മാത്രമല്ല അവനവൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ദൃശ്യത വളരെ പ്രധാനമാണ്. പണ്ട് കുട്ടികളെ ദൃശ്യത പല രീതിയിലുണ്ടായിരുന്നു. നാട്ടിൽ സാമൂഹിക കൂട്ടായ്മയിലാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ കുട്ടിയുടെ ദൃശ്യത കാണുന്നത് ആ ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം ഉണ്ടല്ലോ, അഷ്ടമി രോഹിണി അല്ലേ, അഷ്ടമി രോഹിണി ദിവസങ്ങളിൽ കുട്ടിയെ ഇത്രമാത്രം ദൃശ്യവൽക്കരിക്കാൻ നടന്ന സമൂഹത്തിൻ്റെ താല്പര്യത്തെ നമ്മൾ കാണണം. അത് നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്. അത് അവരുടെ ഒരു ആവശ്യകതയാണ്. വേറെ എവിടെയും സ്പേസ് ഇല്ല, അതുകൊണ്ട് അവരങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് ആ സ്പേസിങ് എങ്ങനെ എന്നുള്ളതും അന്വേഷിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ്. അതുപോലെ സയൻറ്റിഫിക് ടെമ്പർ, ഭരണഘടന പറഞ്ഞാൽ നമ്മൾ മാത്രം പറയുന്നതല്ല. അത് വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ രീതിയും ശാസ്ത്രബോധവും വികസിപ്പിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് വാർത്തെടുക്കലല്ല. നമ്മൾ പല ആൾക്കാർ ഈ വാർത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ വാർപ്പ് മാതൃകകളാണ്. അത് പൊളിക്കാൻ നടക്കുന്നവരാണ്. നമുക്ക് വാർപ്പല്ല വേണ്ടത്, വളർത്തിയെടുക്കലാണ്, ഡെവലപ്മെൻറ്റാണ്. വളർത്തിയെടുക്കുന്ന കൂട്ടായ്മയായി എങ്ങനെ ഇത് മാറണം എന്നുള്ളത് നോക്കണം. ഇല്ലെങ്കിൽ എന്താവും? ഇപ്പം പീരിയോഡിക് ടേബിളും ഡാർവിനും മാത്രമേ പോയിട്ടുള്ളൂ. ന്യൂട്ടനും ഐൻസ്റ്റീനും എല്ലാം തന്നെ പഠിക്ക് നിൽക്കുകയാണ്. അത് അനന്തമായി തുടരണമെന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷെ ഇപ്പം പുറത്താക്കുന്ന മാതിരിയല്ല പുറത്താക്കേണ്ടത്. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുമ്പോൾ അത് റീപ്ലേസ് ചെയ്ത് വളരുന്നതാണ്. അതേപോലെ എല്ലാതരം പരിവർത്തനത്തിനുള്ള കാര്യങ്ങളും പാഠപുസ്തകത്തിൽ നിന്ന് മാറുകയാണ്. ഇന്നത്തെ ശക്തികൾ തന്നെ അധികാരത്തിലേറിയാൽ വിദ്യാഭ്യാസം സെൻട്രൽ ലിസ്റ്റിലേക്ക് പോകും. തർക്കമില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടെ പ്രസക്തി കൂടും. അതുപോലെ തന്നെ കേട്ട് പഠിച്ചാൽ മതി എന്ന് പറയുന്നത് അതും ബാലവേദിയിൽ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഡെമോൺസ്ട്രേഷൻ്റെ ആശാന്മാരാണ്. ഒരു കുട്ടിയും ഉപദേശം ഇഷ്ടപ്പെടാത്തതാണ്. ഉപദേശികളോട് അവർ വലിയ പുച്ഛാണ്. നമ്മൾ തോന്നുന്നു നമുക്ക് ഭയങ്കര സന്തോഷമായി. അത് പറയുന്നവൻ്റെ സന്തോഷമായിരിക്കും, കേൾക്കുന്നവർക്കൊന്നും പ്രശ്നമല്ല. അപ്പം എന്ത് വേണം? അതുപോലെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കലാണ്. പ്രവർത്തനത്തിലൂടെ തിയറൈസ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. അല്ലാണ്ട് തിയറി പഠിച്ചാൽ അതിൻ്റെ പ്രവർത്തനം കൊടുക്കുകയല്ല വേണ്ടത്. തിയറൈസ് ചെയ്യാനുള്ള കുട്ടിയുടെ അപ്പം അനുഭവങ്ങളുടെ സാമാന്യവൽക്കരണമാണ് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ലേ? ജനറലൈസേഷൻ ഓഫ് എക്സ്പീരിയൻസസ് ആണ്. അപ്പം എക്സ്പീരിയൻസ് ഉണ്ടായാൽ അത് ജനറലൈസ് ചെയ്യേണ്ട യഥാർത്ഥത്തിൽ, അല്ലാണ്ട് ആദ്യം തന്നെ ചില ഫോർമുല പറഞ്ഞ് ആ ഫോർമുലക്കനുസരിച്ച് കണക്ക് ചെയ്യല്ല, അല്ലെങ്കിൽ വേറൊന്നും ചെയ്യല്ല. ഇത് ഇത്തരം അനുഭവങ്ങളിലേക്ക് അതിലേക്ക് എത്തിച്ചേരുകയാണ്. ആ രീതിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. എൻ്റെ സാധ്യതയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. സാധ്യത എന്ന് പറഞ്ഞാൽ അനന്ത സാധ്യതയാട്ടോ. കേരളത്തിൽ ഏതാണ്ട് 20,000-ഓളം 19,489 വാർഡുണ്ട്. ഒരു വാർഡിൽ ശരാശരി 500-600 വീടുണ്ട്. അപ്പോൾ ഇതിൽ കുട്ടികളുടെ എണ്ണം കൂട്ടിയാൽ എങ്ങനെയാണ്? നമ്മൾ ഇപ്പോഴത്തെ ബർത്ത് റേറ്റ് വെച്ചാൽ 15-നും 18-നും ഇടയിൽ കുട്ടികളാണ് ഒരു പ്രായക്കാരൊരു വാർഡിലുണ്ടാവുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 30 ലക്ഷത്തിലധികം കുട്ടികൾ ബാലവേദി വരാൻ അർഹതപ്പെട്ട 30 ലക്ഷം കുട്ടികൾ ഇന്ന് കേരളത്തിലുണ്ട്. അതേപോലെ ഇവരെ യഥാർത്ഥത്തിൽ നയിക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഒരു കുട്ടിയോട് സംവേദിക്കാൻ ഏറ്റവും നല്ലത് തൊട്ട് മുകളിലെ പ്രായക്കാരാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ബാല്യകാലത്തുള്ള കുട്ടികളെ നമുക്ക് കൗമാരത്തിലുള്ള കുട്ടികളെ കൊണ്ട്
ലീഡ് ചെയ്യിപ്പിക്കുക, അവർക്ക് ലീഡർഷിപ്പ് റോൾ കൊടുക്കാം. ലീഡർഷിപ്പ് റോൾ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും വർദ്ധിപ്പിക്കും. അതുപോലെ പറഞ്ഞു കൊടുക്കാനാവുമ്പോൾ ഇവർ കൂടുതൽ പഠിക്കുകയും ചെയ്യും. അതാണ്. അപ്പം 8 വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക്, ഇല്ലെങ്കിൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മേലെയുള്ള കുട്ടികളെ പ്രയോജനപ്പെടുത്തി ഇവർക്കിൻ്റെ മെൻറ്റേഴ്സ് ആക്കാം. അതേപോലെ 18 വയസ്സ് വരെയുള്ളവരെ മെൻറ്റർമാരാക്കേണ്ടത് ഒരു 10-30 വയസ്സിന് വരെയുള്ള ആൾക്കാരെ കൊണ്ടുവരാം. 40 ലക്ഷം ആളുടെ കേരളത്തിൽ നമ്മൾ ഇവിടെ ആളുണ്ട്, ആർക്ക് ക്ഷാമമില്ല. പക്ഷെ ഇവരെ കണ്ടെത്തുന്നതിന് പുതിയ വഴി എന്താണെന്ന് മാറേണ്ടത് നമ്മളാണ്. ഇപ്പം നമ്മൾ മാറ്റി നിർത്തുന്നത് ഒരു വിഭാഗത്തെയാണ്. ഇത് നമ്മൾ എങ്ങനെ വേണം എന്നുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ നിലവിലുള്ള പിന്നെ അന്വേഷണങ്ങളെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇക്കൊല്ലം ഒരു യൂണിറ്റ് ചുരുങ്ങിയതുപോലെ ഇത്ര വലിയൊരു പിക്ചർ വരച്ചാൽ അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടുന്ന് പോകും. നടക്കൂല എന്ന് പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ നമ്മൾ ബസ്സിലെ യാത്രയുടെ ഇടയിൽ നമ്മൾ തീരുമാനിക്കും ഇത്രയൊന്നും നടക്കൂല, അതുകൊണ്ട് ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ് അങ്ങ് പോകും. അത് വേണ്ട. ഇക്കൊല്ലം നമുക്ക് അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി ഒരു യൂണിറ്റ് ഒന്നെങ്കിലും ഉണ്ടാക്കി രണ്ടുണ്ടാക്കാനാണ് പറയേണ്ടത്. അത്ര ധൈര്യം ഇപ്പം നമുക്ക് തമ്മിൽ അന്യോന്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് 2 പറയാത്തത്. 2 എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, ഇത്ര ഞങ്ങൾ ഇങ്ങനെ നിസ്സാരന്മാരാക്കലാന്ന് ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവാം. സാറിന് അച്ഛനുണ്ടായിക്കോ, കുഴപ്പമില്ല. അങ്ങനെ വന്നാൽ നമുക്ക് 1500-2000 ബാലവേദികളൊക്കെ ഉണ്ടാവുകയും അത് ഹാബിറ്റേറ്റ് ബേസ് ആവണേ. നമ്മൾ വളരെ വല്ലാത്ത സങ്കല്പ ലോകത്തിൽ നിന്നുകൊണ്ട് പഞ്ചായത്ത് അങ്ങനെയൊന്നും ആരും വരില്ല. ഹാബിറ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ള കൂട്ടങ്ങളാക്കി മാറ്റാനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുപോലെ കേരളത്തിൻ്റെ സവിശേഷതയായ മതനിരപേക്ഷത, ജനാധിപത്യം, മതനിരപേക്ഷത എന്നിവയെല്ലാം തന്നെ ഏറെ വെല്ലുവിളി നേരിടുന്ന ഈ ആധുനിക കാലത്ത് ഇത് ഉൾക്കൊള്ളേണ്ടത് ഓതിക്കൊടുത്തിട്ടല്ല, ഒന്നിച്ച് ചേർന്നിട്ട് പ്രവർത്തനത്തിലൂടെയാണ്. അങ്ങനെ ഒരു ഇതായി ഇതിനെ നമ്മൾ കാണണം. അല്ലാതെ നമ്മൾ ഇഷ്ടം പോലെ നമ്മളിപ്പം ശാസ്ത്ര സദസ്സുകൾ നടത്തുന്നുണ്ട്, നല്ലത്. ശാസ്ത്ര സദസ്സുകൾ തുടരണമെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടങ്ങളും ഉണ്ടാവണം. അത് യുവതേൻ്റെ കൂട്ടങ്ങളും ഉണ്ടാവണം, മറ്റേ ബാലവേദി കൂട്ടങ്ങളും ഉണ്ടാവണം. ഇത് നമ്മുടെ മുമ്പിലുള്ള ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. 2 കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, സാങ്കേതിക വിദ്യ എങ്ങനെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ എങ്ങനെ മെഷീന് കീഴെ വർക്ക് ചെയ്യാം. മെഷീൻ പറയുന്ന പോലെ ചെയ്യാനല്ല, ഈ യന്ത്രത്തെ, ഈ പ്ലാറ്റ്ഫോമിനെ നമ്മുടെ ചിന്താ പ്രക്രിയയെ വർദ്ധിപ്പിക്കുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. അതിൻ്റെ സഹായവും തേടണം. അതെങ്ങനെ വേണം നമുക്ക് അറിഞ്ഞൂടാ, അത് പഠിച്ചേ പറ്റും. അതുപോലെ ഈ ശാസ്ത്രത്തിൻ്റെ അറിവിൻ്റെ ലോകം മാറുകയാണ്. അപ്പം ബാലവേദി ഉള്ളടക്കപരമായി ഇന്നലത്തെ ഉള്ളടക്കത്തിൽ നിൽക്കില്ല, ഇന്നലത്തെ തന്ത്രത്തിലും നിൽക്കില്ല. കാരണം ഇന്റർ ഡിസിപ്ലിനാരിറ്റിയുടെയും മൾട്ടി ഡിസിപ്ലിനാരിറ്റിയുടെയും ഒരു ലോകം അത്. നമ്മളെല്ലാം തന്നെ ഓരോ വിഷയം വള്ളം കയറാൻ അറകളായി ഇപ്പം വേറെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അത് മാഷന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രശ്നത്തിന് ബയോളജി ഇതൊന്നുമില്ല. അപ്പം ഈ ബന്ധം, പാരസ്പര്യത്തെ എങ്ങനെ നമ്മുടെ അങ്ങനെയായാൽ നാളത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തെ അത് വലിയ തോതിൽ, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ കെമിസ്ട്രി, വെള്ളത്തിൻ്റെ ബയോളജി, ഇതെല്ലാം തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ. വെള്ളത്തിൻ്റെ രാഷ്ട്രീയം, സാമ്പത്തികം, ഒരു കുപ്പി വെള്ളത്തിന് ഒരു കുപ്പി പാലിനേക്കാളും ഒട്ടും മോശമല്ലാത്ത വിലയുണ്ടല്ലേ. അതിൻ്റെ എക്കണോമിക്സ്, എല്ലാ കാര്യങ്ങളും, അതിൻ്റെ പെരിയാർ തർക്കങ്ങൾ. ഇന്നിപ്പം ബാംഗ്ലൂർ 1 ബക്കറ്റ് വെള്ളമാണ്, ഒന്നിലധികം ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അടിയാന്ന്. അതിൽ ചുരുങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പം അടുത്ത ലോകയുദ്ധം ഉണ്ടാവുമെങ്കിൽ അത് ജലത്തിന് വേണ്ടിയെന്ന് പറഞ്ഞത് അന്ന് നമ്മൾ പരിഹാസത്തോടുകൂടെ കണ്ടാന്ന്. ബാംഗ്ലൂരിൽ നിന്നുള്ള വാർത്ത വായിച്ചാൽ മതി. നാളെ ആവണോ കേരളത്തിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ പറയുമ്പോഴേക്കും വരുമോ അറിയില്ല. ഇതാണ് നമ്മളൊരവസ്ഥ. അപ്പം ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മൾ, അത് വിനോദത്തിലാവാം, കച്ചവടത്തിലാവാം, യുദ്ധത്തിലാവാം, രാഷ്ട്രീയ ഏതെങ്കിലും ഒരു തീമാറ്റിക്കായി നിൽക്കുമ്പോൾ അതിൻ്റെ നാനാതരങ്ങളിലായിട്ടുള്ള അതിൻ്റെ അനുരണനങ്ങളും അവ തമ്മിലുള്ള പാരസ്പര്യവും ഉണ്ടായാൽ ഭിന്ന രുചിക്കാരായ വ്യത്യസ്ത പേസിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾ ചില കാര്യങ്ങളിൽ പേസ് കൂടും,
ചില കാര്യങ്ങളിൽ. അപ്പോൾ അവരുടെ പേസ് കൂടിയ കാര്യങ്ങൾ അവർ ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ മണ്ടന്മാരും വണ്ടികളും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റ അളവോട് വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്ന് പറയുന്ന ഒറ്റ അളവ് നോക്കുമ്പോൾ അത് ഈ മണ്ടനും വണ്ടിയും ഉണ്ടാവുന്നത്. ജീവിതത്തിൽ അങ്ങനെ അവരാരും മണ്ടനും വണ്ടിയല്ല. അപ്പോൾ കഴിവിനെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ ആധുനികമായിട്ടൊരു ബാലവേദി കാഴ്ചപ്പാട് നിലനിൽക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന സംഘടിതമായ രൂപം വേണ്ടി വരും. അക്കാര്യത്തിനെ കുറിച്ച് ചില ചിന്തകളും ഉണ്ടാവണം.